Hi friends, Assalamualaikum, Namaskaram. Welcome back to our channel. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാടമുട്ട റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഞാനല്ല ട്ടോ, എൻ്റെ നാത്തൂനാണ്. അപ്പോൾ അവളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്. അപ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് മാത്രം ഉണ്ടായാൽ മതിയിട്ട് നമുക്ക് ചോറൊക്കെ ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പുഴുങ്ങിയ കാടമുട്ട തൊലിയൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് പച്ചമുളക്, വറ്റൻമുളക്, അതുപോലെ ഇഞ്ചി, വേപ്പില അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ചേരുവകൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ചിക്കൻ മസാലയുടെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതിലേക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കുക. വേപ്പില ഒന്ന് ഇതായി കഴിഞ്ഞാൽ വറ്റൽമുളക് ഇടാം. അത് കഴിഞ്ഞൊന്ന് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ആക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാതെ കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട വേഗം വഴഞ്ഞ് കിട്ടിയോളും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ചേരുവകൾ ചേർത്താം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതൊക്കെ ആവശ്യാനുസരണം എടുക്കുക. ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒന്ന് മൂത്ത് വരണം. ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ സോയാ സോസ്, അതുപോലെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ചധികം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാടമുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാല എല്ലാത്തിനും പിടിക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കാടമുട്ട റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന് തന്നെ എനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.